ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ അവസ്ഥയും സംസ്ഥാനത്തെ അവസ്ഥയും വളരെയധികം സങ്കീർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ 2 ആഴ്ച നിർബന്ധിതമായിട്ടുള്ള പൂർണ്ണതോതിലുള്ള ലോക്ക്ഡൌൺ വേണമെന്നാണ് ഇപ്പോൾ KGMOയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും IMAയും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഒരു ലോക്ക്ഡൌൺ വേണമെന്ന്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 150 ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള 15% കൂടുതലുള്ള 150 ജില്ലകളിൽ ലോക്ക്ഡൌൺ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ 12 ജില്ലകൾ അടച്ചിടേണ്ടി വരും. ഇപ്പോൾ ഇതാ ഗവൺമെന്റ് ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു 2 ആഴ്ച ലോക്ക്ഡൌൺ വെക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അത്തരത്തിലുള്ള ഒരു കഠിനമായ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നാണ്. സർക്കാർ ഇപ്പോഴും ആ ഒരു സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് ഇപ്പോൾ ഒരു ലോക്ക്ഡൌണിന്റെ ആവശ്യമില്ല, ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയാൽ സാധാരണക്കാരന്റെ ജീവിതത്തെ അത് ബാധിക്കും എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പുറത്തിറങ്ങുന്ന ആളുകൾ മാസ്ക് ഇല്ലാതെയോ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയോ പിടിക്കപ്പെട്ടാൽ കനത്ത ഫൈനാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം നമുക്കറിയാം 200 രൂപയായിരുന്നു മാസ്ക് ഇല്ലാതെ പിടിച്ചാലുള്ള ഫൈന്. അതിപ്പോൾ 500 രൂപയാക്കിയിട്ടുണ്ട്. 1 മീറ്ററിനിടയിൽ അടുത്ത് 2 ആൾ നിൽക്കുന്നത് കണ്ടാൽ പോലും 500 രൂപ ഫൈൻ നിങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അത്തരത്തിലുള്ള ഫൈനൊക്കെ നിങ്ങൾ നൽകേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും കഴിഞ്ഞ ആഴ്ച ഉണ്ടായതുപോലെ തന്നെയുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ലോക്ക്ഡൌൺ ഉണ്ടാവും. പുറത്തിറങ്ങാൻ ആരെയും സമ്മതിക്കുകയില്ല, അനാവശ്യമായിട്ട് ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കുകയില്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം അന്നും ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കുകയില്ല. ഇന്ന് SSLC പരീക്ഷകൾ അവസാനിക്കുകയാണ്. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷകൾ കഴിഞ്ഞ ദിവസം നീട്ടിവെച്ചിരുന്നു. SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് മെയ് 15-ാം തീയതിക്ക് മുമ്പായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ IT പരീക്ഷകൾ നീട്ടിവെച്ചത് കാരണം അത് ഇനി എന്നാണ് എന്നുള്ളത് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. പ്രാക്ടിക്കൽ പരീക്ഷകൾ അവരുടേതും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിസൾട്ടും എഴുതുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ മുതൽ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. മെയ് 2-ാം തീയതി മുതലാണ് ഇവർക്കുള്ള വാക്സിനേഷൻ തുടങ്ങുന്നത്. ഇപ്പോൾ വാക്സിൻ ക്ഷാമം കേരളത്തിൽ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. 2ാം ഡോസ് വാക്സിൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. നിലവിൽ 2-3 ദിവസം കൂടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വാക്സിൻ നൽകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് മാറും, സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. 2ാം ഡോസ് വാക്സിൻ നൽകുന്ന ആളുകൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. ആ ഒരു സന്തോഷകരമായിട്ടുള്ള വിവരവുമാണ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മണിക്കൂറിലെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണ്ടാവുന്ന കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.